ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സൗണ്ട് ട്രാക്ക് എന്ന ഡ്രാമയുടെ അവസാനത്തെ എപ്പിസോഡാണ് നമ്മളിന്ന് കാണുന്നത്. സ്യോൺ പോയ ശേഷം യുൻസോ ആകെ ഒറ്റപ്പെട്ട അവസ്ഥയായിരുന്നു. അവൻ ഉണ്ടാക്കി വെച്ചിട്ട് പോയ ആ മാൻഡറിൻ സിറപ്പ് അവൾ ഇടയ്ക്കൊക്കെ എടുത്ത് കഴിക്കും. പിന്നീട് തന്റെ ലിറിക്സ് വർക്കിലേക്ക് കടക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഫുഡ് ഉണ്ടാക്കും. അവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കണമെന്ന്. അതൊക്കെ അവന് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുകയും ചെയ്യും. അവൻ നല്ല ബിസിയായിരുന്നു. അതും അധികം റേഞ്ച് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് എവിടെയാണ് അവൻ പോയിരിക്കുന്നത്. അത് കാരണം ദിവസത്തിൽ ഒരു തവണയെങ്ങാനുമേ അവൻ ഫോൺ നോക്കാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവൾക്ക് എന്തെങ്കിലുമൊക്കെ റിപ്ലൈ കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവൻ തന്നിട്ട് പോയ ആ സ്കാർഫ് അവൾ മിക്കപ്പോഴും കഴുത്തിൽ തന്നെ ചുറ്റിയിടും. അതിനിടയ്ക്ക് അവൾക്കാകട്ടെ ഗാങ്ങിന്റെ സഹായത്തോടു കൂടി വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. അത് പ്രശസ്തമായ ഒരു വ്യക്തിയുടെ ആൽബത്തിന് വേണ്ടിയിട്ട് അവൾ ലിറിക്സ് എഴുതണം. ഹാരിനോടും മാരിയോടും ഈ വിവരങ്ങൾ പറയുമ്പോൾ അവർ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. സ്യോൺ നിനക്ക് മെസ്സേജ് അയക്കാറുണ്ടോ എന്ന് ഹാരി ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് ആഴ്ചയിൽ 1-2 തവണയൊക്കെ സംസാരിക്കും, അല്ലാതെ എപ്പോഴും സംസാരിക്കാറില്ല, അവനും ബിസിയാണല്ലോ. അതിനുശേഷം അവളാകട്ടെ സ്യോണിന് മെസ്സേജ് അയക്കുന്നുണ്ട്. താൻ ഫേമസ് ആയ ഒരാൾക്ക് വേണ്ടിയിട്ട് ലിറിക്സ് എഴുതാൻ പോവുകയാണെന്നൊക്കെ അവൾ മെസ്സേജിലൂടെ പറയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഇവിടെ നിന്ന് ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ട്. അന്ന് ഇവള് ലിറിക്സ് എഴുതിയിട്ട് കുറെ സോങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്യോണായിരുന്നു ആ സോങ്സ് ഏറ്റവും കൂടുതൽ തവണ കേട്ടിരുന്നത്. റിപ്പീറ്റ് മോഡിലിട്ട് അവൻ കേട്ടുകൊണ്ടേയിരിക്കും. ഓൺലൈനായിട്ട് ആ പാട്ട് ഒരുപാട് നേരം അവൻ കേൾക്കുമ്പോൾ ഒരുപാട് റീച്ച് ഇവൾക്ക് കിട്ടുമല്ലോ. അവന് സിംഗേഴ്സിലെ ഏറ്റവും ഇഷ്ടം തെയ്യൂൺ എന്ന് പറയുന്ന ആളായിരുന്നു. നിനക്കിഷ്ടപ്പെട്ട ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ലിറിക്സ് എഴുതും. ആ പാട്ട് നീ ഇതുപോലെ ദിവസവും റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം, ഉറപ്പായിട്ടും കേൾക്കാമെന്ന് അവൻ പറയുന്നു. അന്ന് അവൻ പറഞ്ഞ ആ വാക്കുകൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. അതേ തെയ്യൂണിന് വേണ്ടി തന്നെയായിരുന്നു അവൾ ഇന്ന് ലിറിക്സ് എഴുതാൻ പോകുന്നത്. അങ്ങനെ ഒരു ദിവസം ആകട്ടെ ഇവളുടെ അമ്മ കൊണ്ടുകൊടുത്ത മാൻഡറിൻസുമായിട്ട് ഇവള് ഡോങ്ങിനെ കാണാൻ വരുന്നു. വീട്ടിലിത് കുമിഞ്ഞുകൂടി കിടക്കുക, അതുകൊണ്ട് കുറച്ച് നീ തിന്നാനാണ് പറയുന്നത്. അവൾക്കൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണമായിരുന്നു. പക്ഷെ ഈയിടെയായിട്ട് അവൾക്ക് അങ്ങനത്തെ ഫോട്ടോസ് എടുക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. സ്യോൺ ഉണ്ടായിരുന്ന സമയത്ത് അവനെടുക്കുന്ന ഫോട്ടോസ് എല്ലാം തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എടുക്കുന്ന ഒന്നും അവൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അവിടെ സ്യോൺ എടുത്ത ഒരുപാട് ഫോട്ടോസ് ഭിത്തിയിൽ വെച്ചിട്ടുണ്ട്. അതിൽ പലതും അവൾക്ക് ഓർമ്മ പോലും ഉണ്ടായിരുന്നില്ല. തന്റെ ഈ ഫോട്ടോസ് ഒക്കെ അവൻ എപ്പോ എടുത്തു എന്ന് അവൾ ചിന്തിക്കുന്നു. ആ ഫോട്ടോസിന്റെ കൂട്ടത്തിൽ ഒരു കാർഡ് കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ചുനാള് മുമ്പ് അവളുടെ അമ്മ വരികയും സ്യോണിനെ കൊണ്ട് കുറെ കാർഡ്സ് എടുപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടി അവന്റെ അടുത്ത് തന്നെ ഉണ്ടെന്ന് അവന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാർഡായിരുന്നു ഇത്. പക്ഷെ അതൊന്നും അവൾക്കറിയില്ല. അതിനിടയ്ക്ക് ഡോങ്ങിന് അവന്റെ കോള് വരുന്നു. സ്യോണിനോട് ഡോങ് സംസാരിക്കുന്നത് കേട്ടതും അവൾ ഓടി ആ ഫോണിന്റെ അടുത്തേക്ക് ചെന്നെങ്കിലും സിഗ്നൽ കട്ടായി എന്ന് പറഞ്ഞിട്ട് ഡോങ് പെട്ടെന്ന് ഫോൺ വെക്കുന്നു. അത് കേട്ടതും അവൾ ആകെ വിഷമത്തിലായി. കുറച്ചു കഴിയുമ്പോൾ അവൾക്ക് കാങ്ങിന്റെ കോള് വരുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഒരു വലിയ റെസ്റ്റോറന്റിലിരുന്ന് ആഹാരം കഴിക്കുകയാണ്. കൂട്ടത്തിൽ അവിടെ വൈനും ഉണ്ടായിരുന്നു. ഒരാൾ വന്ന് വൈൻ അവർക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അവൾക്ക് ആ വൈൻ കണ്ടിട്ട് തന്നെ തലവേദന എടുക്കുന്നുണ്ടായിരുന്നു. തനിക്കിത് ഇഷ്ടമല്ല എന്ന് അവൾ ഇതുവരെയും കാങ്ങനോട് തുറന്നു പറഞ്ഞിട്ടില്ല. ശരിക്കും ബാക്കി ടീം മെമ്പേഴ്സ് എല്ലാം തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവളെ അയാൾ അവിടേക്ക് വിളിച്ചത്. അവിടെ ചെന്നപ്പോൾ അയാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ വീണ്ടും അവളോട് പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഡേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, നിന്റെ കൂടെ പുറത്തു പോകണം, ഒരുപാട് സംസാരിക്കണം, കറങ്ങി നടക്കണമെന്നൊക്കെ. പക്ഷെ നിങ്ങൾ എന്താണ് തീരുമാനിച്ചതെന്ന് എന്നോടിപ്പോൾ പറയാമെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് എന്ത് പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അവൾ കുറച്ചുനേരം ആലോചിച്ചിട്ട് അയാളോട് പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് ഒരു കള്ളം പറഞ്ഞിരിക്കുന്നു. വൈൻ ഇഷ്ടമാണെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പക്ഷെ ഈ വൈൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. വൈൻ കുടിച്ചാൽ എനിക്ക് അപ്പോൾ തലവേദന എടുക്കും. അന്നത്തെ ദിവസം മുഴുവൻ ആകെ ഒരു വല്ലായ്മയായിരിക്കും. നിങ്ങളുടെ സഹായം കൊണ്ടാണ് ഞാൻ എന്റെ കരിയറിൽ ഇവിടെ വരെയെങ്കിലും എത്തിയത്. ഒരു കാലത്ത് എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമായിരുന്നു. ഇതുപോലൊരു സ്ഥലത്ത് ഇത്രയും റൊമാൻറ്റിക് ആയിട്ട് ഡിന്നർ കഴിക്കുന്ന സമയത്ത് ഞാൻ ഹാപ്പി ആയിട്ട് ഇരിക്കേണ്ടതാണ്. പക്ഷെ ഞാൻ നിങ്ങളുടെ കൂടെ ഒട്ടും ഹാപ്പിയല്ല. എന്റെ മനസ്സ് ഇവിടെയല്ല. ഞാൻ എന്തൊക്കെയോ ആരെയൊക്കെയോ മിസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഇതെല്ലാം കേട്ടിട്ട് കാങ് പറയുന്നുണ്ട് അന്ന് ആ റെസ്റ്റോറന്റിൽ വെച്ചിട്ട് വെറുതെയല്ല സ്യോൺ എന്നോട് ചോദിച്ചത് ആ വൈൻ യൂൻസുവിന് ഇഷ്ടപ്പെട്ടോ അവൾ കഴിച്ചോ എന്നൊക്കെ. കാരണം അവന് നന്നായിട്ട് അറിയാമായിരുന്നു ആ വൈൻ നിനക്ക് ഒട്ടും ഇഷ്ടമല്ല എന്നും നീ കഴിക്കില്ല എന്നും. നീ അത് ആസ്വദിച്ചു കഴിച്ചു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവന്റെ മുഖത്ത് വന്ന ചിരിക്ക് പിന്നിലുള്ള കാരണം എനിക്കിപ്പോൾ മനസ്സിലായി. എല്ലാം കേട്ടുകഴിഞ്ഞ് അവൾ അയാളോട് ചോദിക്കുന്നുണ്ട് നമ്മളിനെ തുടർന്ന് വർക്ക് ചെയ്യില്ലേ എന്ന്. എന്നാൽ അയാൾ പറയുന്നു ഒരിക്കലും അങ്ങനെ ചിന്തിക്കണ്ട. ഞാൻ എന്റെ വർക്കും എന്റെ പേഴ്സണൽ ലൈഫും രണ്ടായിട്ടാണ് വെക്കുന്നത്. എന്റെ ഇഷ്ടം നിങ്ങൾ റിജക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങളെപ്പോലെ നന്നായിട്ട് ഇപ്പോൾ ലിറിക്സ് എഴുതുന്ന ഒരു വ്യക്തിയെ ഞാൻ എന്തിനാ കളയുന്നത്? അതെനിക്ക് നഷ്ടമേ വരുത്തൂ. അങ്ങനെ അവൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോഴാകട്ടെ ഉള്ളിലൊരു ചെരുപ്പം കിടക്കുന്നു. സ്യോൺ എപ്പോഴും കൊണ്ടു നടക്കുന്ന ആ പാവ അവിടെ ഇരിക്കുകയും ചെയ്യുന്നു. സ്യോൺ തിരിച്ചു വന്ന് വിചാരിച്ചിട്ട് അവൾ സ്യോണിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറുന്നു. പക്ഷെ വന്നത് അവളുടെ അമ്മയായിരുന്നു. ഈ പാവ ഇവിടെ കിടക്കുന്ന കണ്ട് ഞാൻ എടുത്ത് ഇവിടേക്ക് വെച്ചതാണ്. ഫോറിനിൽ പോയ സ്യോണിനെ എന്തിനാ നീ അന്വേഷിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, ഞാൻ കരുതി അവനായിരിക്കും വന്നതെന്ന്. അതാ ഞാൻ അങ്ങനെ ചോദിച്ചതെന്ന് അവൾ പറയുന്നു. അവൻ വിളിക്കാറുണ്ടോ അവൻ സുഖമായിട്ടിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് അവൻ സുഖമായിട്ടായിരിക്കും ഇരിക്കുന്നത്. അമ്മ കാർഡ്സ് കൊണ്ടുവന്നിട്ടുണ്ടോ? എനിക്കും കാർഡ്സ് റെഡി ചെയ്യണം. അങ്ങനെ അവളും അവളുടെ അമ്മ പറഞ്ഞ പ്രകാരം 3 കാർഡ്സ് എടുക്കുന്നു. ആദ്യത്തെ കാർഡ് എടുക്കുമ്പോൾ അതിലൂടെ അവൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമെന്നാണ് പറയുന്നത്. രണ്ടാമത്തത് നിന്റെ ഹൃദയം എന്താഗ്രഹിക്കുന്നു അതിൽ നീ ഉറച്ചു നിൽക്കും. മൂന്നാമത്തെ കാർഡ് എടുക്കുമ്പോൾ സ്യോൺ എന്നെടുത്തിരുന്ന അതേ കാർഡ് തന്നെയാണ് അവൾക്ക് കിട്ടുന്നത്. അതിനർത്ഥം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഒരുപാട് അകലെയാണെന്നല്ലേ? എന്നാൽ അവളുടെ അമ്മ പറയുന്നുണ്ട് അന്ന് ഞാൻ കള്ളം പറഞ്ഞതാണ്. അതിനർത്ഥം നീ സ്നേഹിക്കുന്ന വ്യക്തി നിന്റെ അടുത്ത് തന്നെ ഉണ്ടെന്നാണ്. പിന്നെന്തിനാ സ്യോണിനോട് അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അവളുടെ അമ്മ പറയുന്നുണ്ട് അവൻ നിന്നെ
സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് അവന്റെ കണ്ണിൽ നോക്കിയപ്പോഴേ മനസ്സിലായി. അതവൻ നിന്നോട് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവനെ ആ ഒരു സമയത്ത് വല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ അങ്ങനെ കള്ളം പറഞ്ഞത്. പക്ഷെ പിന്നീട് ഞാൻ അവനോട് സത്യം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സിയോൺ ഇതിൽ നിന്നും ഈ കാർഡാണ് എടുത്തത്. നിനക്ക് ഈ 3 കാർഡിൽ നിന്ന് ഏത് കാർഡ് വേണമെന്ന് ചോദിക്കുമ്പോൾ അവൾ കുറച്ചുനേരം ആലോചിച്ചിട്ട് നടുക്കത്തെ കാർഡ് എടുക്കുന്നു. അതായത് അവളുടെ ഹൃദയം എന്ത് പറയുന്നോ അവൾ അതിൽ ഉറച്ചു നിൽക്കും. സിയോണിനെ മിസ് ചെയ്തുകൊണ്ടിരുന്ന യൂൻസുവിന് ഇപ്പോൾ നല്ലപോലെ ലിറിക്സ് എഴുതാൻ പറ്റുമായിരുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് അവൾ സിയോണിന് മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിലും അവന്റെ റിപ്ലൈസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഐ മിസ് യു എന്ന് അയക്കാൻ തുടങ്ങിയെങ്കിലും പിന്നീട് വേണ്ടെന്ന് കരുതിയിട്ട് അത് ഡിലീറ്റ് ചെയ്യുന്നു. അവന്റെ ആ ഡോളിന് അവൾ ചെറിയൊരു സ്കാർഫൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഡോളിന്റെ ബാക്കിലായിട്ട് ഒരു ചെറിയ ബാഗ് ഉണ്ടായിരുന്നു. അവൾക്ക് അതിൽ നിന്നും ഒരു മാല കിട്ടുന്നുണ്ട്. ഇത്രയും കാലമായിട്ട് അവൾക്ക് വേണ്ടി കൊടുക്കാൻ അവൻ ഒളിപ്പിച്ചു വെച്ചിരുന്നതായിരുന്നു. കൂടെ ഒരു നോട്ടുമുണ്ട്. എന്റെ ലൈഫിലെ എല്ലാ നിമിഷങ്ങളും ഞാൻ നിന്റെ കൂടെ ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതെല്ലാം കണ്ട് അവൻ തന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പതിയെ പതിയെ അവൾക്കും അവനോട് ഇഷ്ടം തോന്നി തുടങ്ങിയിരിക്കുന്നു. എനിക്ക് നിന്നോട് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്, അതുകൊണ്ട് നീ ഫ്രീ ആകുമ്പോൾ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് കൂടി അവൻ അയച്ചു. അങ്ങനെ അവൻ നന്നാക്കി വെച്ച സൈക്കിളും ചവിട്ടി അവളൊരു കടയുടെ ഫ്രണ്ടിലൂടെ പോകുന്നുണ്ട്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ആ പൂക്കള് ആ കടയ്ക്കുള്ളിരിക്കുന്ന കണ്ട് അവൾ അവിടെ നിൽക്കുന്നു. ആ സമയത്ത് ആ കടയിൽ നിന്നും പൂക്കളുമായിട്ട് സിയോൺ ഇറങ്ങി വരുന്നു. താൻ കണ്ടത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് പോലും അവൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ വന്ന് സംസാരിക്കുമ്പോഴാണ് ശരിക്കും അത് അവൻ തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലായത്. അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ വരാനിരുന്നത് കൊണ്ടാണ് അവളുടെ മെസ്സേജസിനൊന്നും അവൻ റിപ്ലൈ ചെയ്യാതിരുന്നത്. അവൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമ്മാനങ്ങൾ അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവന്റെ കയ്യിൽ പൂക്കളുണ്ടായിരുന്നെങ്കിലും അതവൻ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് പിന്നെ ആർക്കായിരിക്കുമെന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു അവൾ. നീ 1 വർഷം കഴിഞ്ഞ് വരാനിരുന്നതല്ലേ, പിന്നെന്താ പെട്ടെന്ന് വന്നെന്ന് ചോദിക്കുമ്പോൾ കുറച്ച് അത്യാവശ്യ വർക്കുണ്ടായിരുന്നു, അതുകൊണ്ട് വന്നതാണെന്നാണ് അവൻ പറയുന്നത്. അവളുടെ വർക്കിനെ പറ്റിയും അവൾക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റിനെ പറ്റിയൊക്കെ അവൻ ചോദിക്കുന്നു. അവൻ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. തന്റെ അടുത്തേക്ക് അവൻ വന്നിരിക്കുമ്പോഴെല്ലാം തന്നെ അവളുടെ ഉള്ളിൽ പല ഫീലിംഗ്സും തോന്നാൻ തുടങ്ങി. പിന്നീട് ഇവർ രണ്ടുപേരും ചേർന്ന് മാരിയുടെയും ഹാന്റെ അടുത്തേക്ക് പോകുന്നു. മാരിക്ക് വേണ്ടിയിട്ടായിരുന്നു അവൻ ആ പൂക്കൾ വാങ്ങിയത്. അന്ന് മാരിയുടെ പിറന്നാളായിരുന്നു. ഹാൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ മാരി പറയുന്നുണ്ട് അവന്റെ പേരൻസിന്റെ അടുത്ത് പോയിരിക്കുകയാണെന്ന്. അല്ലാതെ എനിക്ക് അവൻ സർപ്രൈസ് ഒന്നും തരാൻ പോകുന്നില്ല. പക്ഷെ മാരിയും ഞെട്ടിച്ചുകൊണ്ട് ഹാൻ ആകട്ടെ മാരിക്ക് സർപ്രൈസ് കൊടുക്കുന്നു. ഒരു റൊമാൻറ്റിക് ഗാനമൊക്കെ പാടിക്കൊണ്ടാണ് ഹാൻ വരുന്നത്. അങ്ങനെ എല്ലാവരും ചേർന്നിട്ട് മാരിയുടെ ബർത്ത്ഡേ ആഘോഷമാക്കി. അപ്പോഴെല്ലാം തന്നെ യൂൻസുവിന്റെ കണ്ണ് സിയോണിലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇവർ രണ്ടുപേരും കുറച്ചു നേരം സംസാരിച്ച് നേരെ യൂൻസുവിന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു. നിനക്ക് അത്യാവശ്യമായിട്ട് എന്നോട് എന്തോ പറയാനുണ്ടെന്നല്ലേ പറഞ്ഞേ? നീ സംസാരിക്കാൻ അവൻ ആവശ്യപ്പെടുമ്പോ അവളാകട്ടെ ആകെ വല്ലാതെ നിൽക്കുകയായിരുന്നു. എന്ത് പറയണമെന്നറിയില്ല. തന്റെ ഇഷ്ടം അവനോട് തുറന്നു പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് അവൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിഷയമൊക്കെ മാറ്റിയിട്ട് ഫോറിൻ കൺട്രീസിലൊക്കെ ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. നിന്റെ ഏരിയയിൽ പ്രശ്നമൊന്നുമില്ലല്ലോ, ഉണ്ടെങ്കിലും നീ സേഫ് ആയിട്ടിരിക്കണം, ഇടയ്ക്ക് എനിക്ക് മെസ്സേജ് അയക്കണം എന്നൊക്കെ അവൾ പറയുന്നു. പിന്നെ തന്റെ കഴുത്തിൽ കിടന്ന സ്കാർഫ് എടുത്ത് അവന്റെ കഴുത്തിൽ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഗുഡ് നൈറ്റും പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. പിറ്റേന്നാകട്ടെ അവൾ അവന്റെ സ്റ്റുഡിയോയിലേക്ക് ചെല്ലുന്നുണ്ട്. കുറെ കേക്ക്സ് ഒക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത്. അടുത്തൊരു കടയിൽ നല്ല ഓഫർ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾ അതുമായിട്ട് ചെല്ലുമ്പോൾ അവിടെ ഓൾറെഡി തന്നെ ഒരുപാട് കേക്ക്സ് ഇരിപ്പുണ്ടായിരുന്നു. ഇതാരാ കൊണ്ടുവന്നെന്ന് ചോദിക്കുമ്പോൾ ഡോങ് പറയുന്നുണ്ട് അത് നമ്മുടെ സിയോണിന്റെ ഒരു ഫ്രണ്ടാണ്. അവന്റെ കൂടെ ആ പെൺകുട്ടിയും യുഎസിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവള് കൊണ്ടുവന്നതാ ഇതൊക്കെ. അത് കേട്ടപ്പോൾ യൂൻസുൻ ആകെ ഒരു ജലസി ഫീൽ ചെയ്യാൻ തുടങ്ങി. സിയോണിന്റെ ജൂനിയർ ആയിരുന്നു ആ പെൺകുട്ടി. അവർ തമ്മിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതും അവരങ്ങനെ സംസാരിക്കുന്നതും എല്ലാം തന്നെ ഇവള് നോക്കി നിൽക്കുകയായിരുന്നു. അവനാകട്ടെ ആ പെൺകുട്ടിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ടുവന്ന് ഇവളുടെ അടുത്തേക്ക് നിർത്തി ആ പെൺകുട്ടി ഇവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. യൂൻസ് തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നാണ് സിയോൺ പറയുന്നത്. ആ പെൺകുട്ടി സിയോണുമായിട്ട് നല്ല ക്ലോസ് ആയിരുന്നു. സംസാരിക്കുമ്പോൾ അവന്റെ ദേഹത്ത് ഇടിക്കുകയും അവനെ നുള്ളി ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ കളിതമാശയൊക്കെ കേട്ട് അവനോടുള്ള ഇടപെടലുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും യൂൻസുവിന് നല്ല ദേഷ്യം വരാൻ തുടങ്ങി. ആ പെൺകുട്ടി കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സിയോൺ ആകട്ടെ അടുത്തു പോയിരുന്ന് അവൾക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ യൂൻസ് വാച്ച് ചെയ്യുകയായിരുന്നു. അവൾ വീട്ടിലെത്തിയ ശേഷം വൈകുന്നേരം അവന് മെസ്സേജ് അയക്കുന്നുണ്ട്. രാത്രിയിലെ ഡിന്നർ കഴിക്കാൻ ഇവിടേക്ക് വരുമോ എന്ന് ചോദിച്ചിട്ട്. എന്നാൽ സിയോൺ പറയുന്നുണ്ട് ഞങ്ങൾ ഇന്ന് സ്റ്റുഡിയോയിൽ തന്നെയാണ് കഴിക്കാനിരിക്കുന്നത്, അതുകൊണ്ട് നിനക്ക് വേണമെങ്കിൽ നീ ഇങ്ങോട്ട് വന്നോളാൻ. അങ്ങനെ അവൾ ഫുഡൊക്കെ വാങ്ങിയിട്ട് അന്ന് രാത്രി അവിടേക്ക് ചെല്ലുമ്പോൾ അവർ രണ്ടുപേരും ഇരുന്ന് വർക്ക് ചെയ്യുകയായിരുന്നു. അവളെ ആകട്ടെ അവർ വലുതായിട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല. നീ അവിടെ ഇരിക്കുകയും ഞങ്ങൾക്ക് കുറച്ച് പണിയുണ്ടെന്നൊക്കെ പറയുന്നു. എന്നിട്ട് അവർ അവരുടെ ജോലി നോക്കുകയായിരുന്നു. പരസ്പരം അങ്ങോട്ടിരുന്ന് സംസാരിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നു. ഇവൻ തന്നെ മൈൻഡ് പോലും ചെയ്യാത്ത കാരണം യൂൻസുവിന് നല്ല ദേഷ്യം വരുന്നു. അവൾ അവിടെ ഇരുന്ന് ഓരോ സാധനങ്ങളൊക്കെ എടുക്കുകയും വെക്കുകയും ചെയ്യുന്നുണ്ട്. വില കൂടിയ പല ക്യാമറകളിലും അവൾ തൊടുമ്പോഴാകട്ടെ പെൺകുട്ടി പറയുന്നുണ്ട് അതെങ്ങാനും താഴെ വീണ് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും, നല്ല വിലയുള്ള സാധനമാണെന്ന്. പിന്നീട് ഡോങ്ങും കൂടെ വന്നിട്ട് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ നേരത്തൊക്കെ അവനാകട്ടെ ആ പെൺകുട്ടിക്ക് ബിയർ ഒഴിച്ചു കൊടുക്കുകയും ഫുഡ്സ് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നീ ഒരുപാട് കുടിക്കാൻ നിൽക്കേണ്ട, നിനക്ക് തലവേദനയൊക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് കുറച്ച് കുടിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു. സിയോണ പെൺകുട്ടി കെയർ ചെയ്യുന്നതൊന്നും തന്നെ യൂൻസുന് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അന്നവൾ ആ ഭിത്തിയിലെ ഫോട്ടോസ് നോക്കുമ്പോൾ അതിൽ ആ കാർഡ് ഉണ്ടായിരുന്നില്ല. ആ കാർഡ് അവൻ അവിടെ നിന്ന് എടുത്തു മാറ്റിയിരിക്കുന്നു. അവന്റെ മനസ്സിൽ നിന്നും താൻ പോയി കാണുമെന്ന് യൂൻസ് വിശ്വസിക്കാൻ തുടങ്ങി. വീട്ടിൽ പോകുവാണെന്ന് പറഞ്ഞ് ഇറങ്ങിയ അവളാകട്ടെ സ്റ്റുഡിയോയുടെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. കുറച്ച് കഴിയുമ്പോഴേക്കും സിയോണും ആ പെൺകുട്ടിയും പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അവളാകട്ടെ കാറിന്റെ മറവിൽ ഒളിച്ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് ഇവർ സംസാരിക്കുന്നതെല്ലാം കേൾക്കുകയായിരുന്നു. ആ പെൺകുട്ടി ശരിക്കും ഓൾറെഡി തന്നെ സിയോണിനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അവൻ നോയാണ് പറഞ്ഞത്. എല്ലാ ദിവസവും
ദിവസവും ആ പെൺകുട്ടി അവനോട് ഇഷ്ടമാണോന്ന് ചോദിക്കും. എല്ലാ ദിവസവും അവൻ നോ പറയും. നീ ഇനി എത്ര ചോദിച്ചിട്ടും കാര്യമില്ല എന്ന് അവൻ പറയുന്നുണ്ട്. അവള് ഭയങ്കര കോമഡി ആയിട്ടാണ് അവനോട് ഓരോന്ന് പറയുന്നത്. നീ എന്റെ കൂടെ ഡേറ്റിംഗ് തുടങ്ങി കഴിഞ്ഞാൽ നിന്റെ എക്സിനെ എല്ലാം നീ മറന്നു പോകും. ഒന്നുകൂടി ആലോചിച്ചിട്ട് തീരുമാനിക്ക്. പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയാതെ വീട്ടിൽ പോടിയെന്ന് പറഞ്ഞിട്ട് അവനാകട്ടെ അവളെ ഒരു ടാക്സിയിൽ കയറ്റി വിട്ടു. അതിനുശേഷം തിരിഞ്ഞു നിന്ന് യൂൻസ് കേൾക്കെ അവൻ പറയുന്നുണ്ട്, നീ അവിടെ കാറിന്റെ മറവിൽ ഒളിച്ചിരിക്കുന്നത് ഞാൻ ഓൾറെഡി കണ്ടു, പുറത്തേക്ക് ഇറങ്ങി വരാൻ. അവൾ ആകെ ചമ്മി പുറത്തേക്ക് ഇറങ്ങി വരുന്നു. നിനക്ക് വേണ്ടി ഞാൻ ടാക്സി വിളിക്കണമെന്ന് ചോദിക്കുമ്പോൾ അത് വേണ്ട, നമുക്ക് നടന്നു പോകാമെന്നാണ് അവൾ പറയുന്നത്. എന്നിട്ട് നടക്കുന്നതിനിടയിലെല്ലാം തന്നെ അവൾ അവനോട് പറയുന്നുണ്ട്, റൈസ് വൈൻ നമ്മൾ രണ്ടുപേരും ഷെയർ ചെയ്ത് കഴിക്കുമ്പോഴാണ് അതിന് സുഖം. അതുപോലെ സീ ഫുഡും അത് നമ്മളാണ് ഷെയർ ചെയ്ത് കഴിക്കേണ്ടത്. അത് മറ്റൊരാളുമായിട്ട് നീ ഷെയർ ചെയ്ത് കഴിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ നിന്റെ ആ ജൂനിയർ പെൺകുട്ടി നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ, നിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ അവളോട് എസ് പറഞ്ഞേനെ. നീ എന്താ എസ് പറയാത്തത്? പക്ഷെ ഞാനും അവൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ്, അല്ലാതെ ഞങ്ങൾക്കിടയിൽ ഒന്നും തന്നെയില്ല. ഓ അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, എന്നെ ഡേറ്റ് ചെയ്യാമോ എന്ന്. അപ്പോൾ നീ എന്ത് പറയും? അത് കേട്ടതും അവൻ ചോദിക്കുന്നു, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. ചോദിച്ചതാ നീ അതിന് ഉത്തരം പറയാൻ പറയുമ്പോ അവൻ പറയുന്നുണ്ട്, ഒരിക്കലും ഇല്ലാന്ന്. അതെന്താന്ന് ചോദിക്കുമ്പോ അവൻ തിരിച്ചു പറയുന്നു, നീ തന്നെയല്ലോ ഒരിക്കൽ എന്നോട് പറഞ്ഞത് നമുക്കിടയിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രം മതി, പ്രണയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ബ്രേക്കപ്പ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അങ്ങനെയായി കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ അകന്നു പോകുമെന്നൊക്കെ. അത് ശരിയാ, ഞാൻ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ നീ മാരിയ ഹാനിനെയും കണ്ടു നോക്ക്. അവരൊരുപാട് നല്ല ഫ്രണ്ട്സ് ആയിരുന്നില്ലേ? പക്ഷെ ഇപ്പൊ നല്ല കപ്പിളായിട്ട് ജീവിക്കുന്നു. എന്നാൽ അവൻ അതിനൊന്നും തന്നെ മറുപടി പറയുന്നില്ല. നീ അകത്ത് പോയിക്കോ, പോയി കിടന്നുറങ്ങാൻ പറഞ്ഞിട്ട് അവളെ യാത്ര അയക്കുകയായിരുന്നു. ശരിക്കും അവൾക്ക് നല്ല വിഷമമായി. അവൻ സ്നേഹിച്ച സമയത്ത് താനിത് മൈൻഡ് ചെയ്തില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ അവനെ തിരിച്ച് സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ തന്നോടുള്ള ആ പഴയ ഇഷ്ടമെല്ലാം തന്നെ അവൻ അവന്റെ ഉള്ളിൽ തന്നെ കുഴിച്ചുമൂടിയിരിക്കുന്നു. ആ നിമിഷം അവൾ അറിയാൻ തുടങ്ങി എന്താണ് വൺ സൈഡ് ലവ് എന്ന്. അന്ന് രാത്രി അവൾ അനുഭവിച്ച ആ വേദന കാരണം അവളുടെ തൂലികയിൽ നിന്ന് ഒരുപാട് നല്ല വരികളുണ്ടായി. പിറ്റേന്ന് രാവിലെ അവൾ ആ സൈക്കിളും എടുത്ത് കുറച്ചു ദൂരം പോകുന്നു. ആ സമയത്തെല്ലാം തന്നെ അവൻ അവളെ സൈക്കിൾ പഠിപ്പിച്ചത് അവൾക്ക് ഓർമ്മ വരുന്നുണ്ടായിരുന്നു. തന്റെ ഉള്ളിലെ ഇഷ്ടം തുറന്നു പറയുന്നത് നല്ലതെന്ന് അവൾക്ക് തോന്നുന്നു. രാത്രിയിൽ നമുക്കൊന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് അവളാകട്ടെ അവനൊരു മെസ്സേജ് അയച്ചു. അന്ന് മാരിയുടെ കടയിലേക്ക് അവൾ അവനെ വിളിച്ചെങ്കിലും അവിടെ എത്തിയപ്പോൾ അവൻ ആകെ ഒന്ന് ഷോക്കായി. കാരണം അവിടെ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്നിവിടുത്തെ ഓഫ് ഡേ ആണ്. പക്ഷെ എനിക്ക് വേണ്ടി ഷോപ്പൊന്ന് തുറന്നു തരാൻ ഞാൻ മാരിയോട് പറഞ്ഞതാണ്. അതെന്തിനാന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് അവൾ താൻ എഴുതിയ ലിറിക്സ് അവനെ കാണിച്ചു കൊടുക്കുന്നു. പക്ഷെ അവസാനത്തെ ലൈൻ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കൂടി പറയുന്നു. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, എന്റെ ഉള്ളിലുള്ള കാര്യം എനിക്ക് ഇനി തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ പറയാതിരുന്നു കഴിഞ്ഞാൽ എന്റെ നെഞ്ചിനകത്ത് എന്തോ ഭാരം ഇരിക്കുന്ന പോലെ തോന്നും. നീ മിലിറ്ററിയിൽ പോയ സമയത്ത് ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ദിവസങ്ങളിലെല്ലാം തന്നെ ഞാൻ ഒരുപാട് കരഞ്ഞു. അതുപോലെ ഇത്തവണ നീ യുഎസിലേക്ക് പോയ സമയത്തും എനിക്ക് ഒരുപാട് വിഷമം തോന്നി. എന്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ എനിക്ക് ഫ്രണ്ട് ഇല്ലാത്ത പോലെയും വഴക്കുണ്ടാക്കി കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നിക്കാൻ ഒരു കൂട്ടുകാരനില്ലാത്ത പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അതിന്റെ യഥാർത്ഥ റീസൺ എന്തായിരുന്നു എന്ന് എനിക്ക് പിന്നീടാ മനസ്സിലായത്. അത് പ്രണയമായിരുന്നു. ഇപ്പോൾ വൺ സൈഡ് ലവ് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. നീ കഴിഞ്ഞ 8 വർഷമായിട്ട് എന്ത് വേദനയിലൂടെയാണ് കടന്നുപോയതെന്നും ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് നിന്നോട് പറയണമായിരുന്നു. നിനക്ക് ഇത്രേ പറയാനുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ഇത്രേ ഉള്ളൂ എന്ന് അവള് പറയുന്നു. അവൻ ഒന്നും മിണ്ടാതെ അവളുടെ ആ ലിറിക്സ് ബുക്കിലെ അവസാനത്തെ ലൈൻ എഴുതി ചേർക്കുകയാണ്. ഈ ലൈൻ ഞാൻ പൂർത്തിയാക്കിയതുപോലെ 1 വർഷം മുമ്പ് എന്താണോ പാതി വഴിക്ക് നിന്നുപോയത് അതിപ്പോൾ പൂർത്തിയാക്കാൻ സമയമായിരിക്കുന്നു. അതും പറഞ്ഞ് അവനാകട്ടെ ആ ബുക്ക് അവൾക്ക് നേരെ നീട്ടി. അത് വായിച്ചു നോക്കുമ്പോൾ അതിൽ എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു, നീ എന്നും എന്റെ കൂടെ ഉണ്ടായിരിക്കണം, ഐ ലവ് യു. അത് വായിച്ചിട്ട് അവന്റെ മുഖത്തേക്ക് അവൾ നോക്കിയതും അവനാകട്ടെ അവളെ വന്ന് കിസ് ചെയ്യുകയാണ്. അങ്ങനെ അവർ അവിടെ വെച്ച് ഒന്നിക്കുകയാണ്. പിന്നീട് ഇവർ ദിവസവും ഹാൻഡേയും മാരിയുടെയും ഈ ഷോപ്പിലേക്ക് വരും. അവിടെ കെട്ടിപ്പിടിച്ചിരുന്ന് സംസാരിക്കുകയും ആഹാരം കഴിക്കുകയും ഒക്കെ ചെയ്യും. ഇതെല്ലാം കണ്ടുകൊണ്ട് ഹാൻഡേയും മാരിയുടെയും കൂടെ ഡോങ്ങും ഉണ്ടായിരുന്നു. നേരത്തെ എന്തൊക്കെ ബഹളങ്ങളായിരുന്നു, ഇപ്പൊ രണ്ടും കൂടി ഇരിക്കുന്നു നോക്കിയേ. അവിടെ ഒരു കപ്പൽ ഇരിക്കുന്നു, ഇവിടെ ഒരു കപ്പൽ ഇരിക്കുന്നു. ഇവിടെ ഇപ്പൊ ഒറ്റയ്ക്കിരിക്കുന്നത് ഞാൻ മാത്രമാണ്. അങ്ങനെ പരസ്പരം പ്രണയം തുറന്നു പറഞ്ഞ ശേഷമുള്ള യൂൻസുവിന്റെയും സിയോണിന്റെയും ലൈഫ് കാണിച്ചുകൊണ്ട് അടുത്തൊരു റൊമാന്റിക് സീരീസുമായിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.